ഓക്കെ, സോ ബൈസെപ്സിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നമുക്ക് ബൈസെപ്സിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എങ്ങനെ? ആൻഡ് നമ്മൾ ബൈസെപ്സിൻ്റെ വിഡ്ത്ത് എന്തിനാണ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആക്ച്വലി നിങ്ങളുടെ ബൈസെപ്സിന് ഏകദേശം 2 ഹെഡാണുള്ളത്. ഒന്ന് ലോങ് ഹെഡ്, അതുപോലെ തന്നെ ഷോർട്ട് ഹെഡ്. പിന്നെ അതുപോലെ തന്നെ ബ്രാക്കിയാലിസ് മസിൽ കൂടെ നിങ്ങളുടെ ബൈസെപ്സിൻ്റെ അണ്ടറിലായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഈ 3 മസിലും ഒരുമിച്ച് കംപ്രൈസ്ഡ് ആണ് ബൈസെപ്സ് എന്ന് പറയാം. അതിന് നമ്മുടെ ബൈസെപ്സിൻ്റെ വിഡ്ത്ത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാം. ഇനി നമ്മുടെ ബൈസെപ്സ് അല്ല, ഏത് മസിലായാലും അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു മെയിനായിട്ടുള്ള ഒരു സൈസ് വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലുള്ള നമ്മുടെ സ്കെലറ്റൽ ബോൺസിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ബോൺസ് ഭയങ്കര വലുതാണെങ്കിൽ ഒബിയസ്ലി നമ്മുടെ മസിൽസും അതുപോലെ തന്നെ ആ ബോണിനെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലുള്ള വലുപ്പമുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബൈസെപ്പിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബൈസെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ബോൺ, അതായത് ഹ്യൂമറസ് ബോൺ, അത് എത്രത്തോളം നിങ്ങളുടെ തിക്കായിരിക്കും, അതായത് എത്രത്തോളം സർക്കംഫറൻസിൽ വലുതായിരിക്കും, നിങ്ങളുടെ കൈ അത്രത്തോളം വലുതായിരിക്കും, അതായത് നമ്മുടെ ബൈസെപ്പിൻ്റെ വിഡ്ത്ത്. ഇനി നമ്മുടെ ബോൺ സ്ട്രക്ചർ വലുതാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു 99% നമ്മുടെ ജെനറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു കാര്യമാണ്. നമുക്ക് കൂടുതലായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ നല്ല ന്യൂട്രീഷൻ അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ ചെയ്താൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാമെന്നല്ലാതെ സൈസിലൊന്നും വലിയ മാറ്റം വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ വിഡ്ത്ത് കൂട്ടാനായിട്ട് പിന്നെ നമ്മളെ ഇടയ്ക്കുള്ള ആകെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ബൈസെപ്സിനെ ട്രെയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് അതിൽ തന്നെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ മസിൽ ഏത് രീതിയിലാണ് ഗ്രോ ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ ജെനറ്റിക്സ് അതുപോലെ മസിലിൻ്റെ ഷേപ്പൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ വലിയ രീതിയിലൊന്നും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണിത്. എന്നാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാക്കിയാലിസ് മസിലിനെ കൂടുതൽ ട്രെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കി എടുക്കുക എന്നതാണ്. നമ്മുടെ ബ്രാക്കിയാലിസ് മസിൽ വലുതായാൽ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് ബൈസെപ്സിന് കിട്ടും. ഈ ബ്രാക്കിയാലിസ് എന്ന മസിൽ നമ്മുടെ ലോങ് ഹെഡിൻ്റെയും ഷോർട്ട് ഹെഡിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ഈ ബോണിൻ്റെയും ഈ ഹെഡ്സിൻ്റെ അടിയിൽ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു മസിലാണ്. അപ്പോൾ ഈ ഒരു മസിൽ ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ബൈസെപ്സ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കാൻ, അതുപോലെ തന്നെ ഇത് സൈഡിൽ നിന്നൊരു വിസിബിലിറ്റി കൂടി തരും. സോ നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആംസ് കുറച്ചുകൂടെ വൈഡായിട്ട് കാണും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. ലൈക്ക് നിങ്ങൾ ചില ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് കണ്ടിട്ടുണ്ടാവും. അതിൽ അവരുടെ ബൈസെപ്സിൻ്റെ വിഡ്ത്തൊക്കെ കൂടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ബോൺ സ്ട്രക്ചറൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആക്ച്വലി അത് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ നോർമലായിട്ടുള്ള ഒരു ഗ്രോത്ത് ഫേസിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അതായത് ആ ഒരു ഫേസിൽ അവർ നോർമലി ബോൺസ് അല്ലെ ബോൺ സ്ട്രക്ചർ ഒക്കെ ഗ്രോ ചെയ്യുന്ന ടൈമാണ്. സോ ആ ടൈമിൽ തീർച്ചയായിട്ടും അവരെ എല്ലാ ബോൺ സ്ട്രക്ചർ മസിലും ഒക്കെ ഗ്രോ ചെയ്യും. സോ അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസിലൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ പലരും പറഞ്ഞിരുന്ന ഒരു ഐഡിയ ആണ് നമ്മുടെ ഷോർട്ട് ഹെഡിനെ കുറച്ചുകൂടി ട്രെയിൻ ചെയ്യുക, ഷോർട്ട് ഹെഡ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, അപ്പോൾ നമുക്ക് ബൈസെപ്സിൻ്റെ വിഡ്ത്ത് കുറച്ചുകൂടി കൂടുന്നു. പക്ഷേ ആക്ച്വലി എന്ന് വെച്ചാൽ കൂടും, എന്നാൽ നമുക്കത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്കത് ഫീൽ ആവും. അത്രയും വലിയ രീതിയിലൊന്നും നമ്മുടെ ബൈസെപ്സിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ നിങ്ങളുടെ ബൈസെപ്സിൻ്റെ വിഡ്ത്ത് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നോർമലായിട്ടുള്ള ബൈസെപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുക, അപ്പോൾ ബൈസെപ്സ് നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ആൻഡ് വിഡ്ത്ത് അത്ര വന്നിട്ടില്ലെങ്കിൽ കൂടെ നമ്മുടെ സൈഡ് വൈസ് ആണ് അധികം ബൈസെപ്സിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ വിഡ്ത്ത് അത്രയും മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല. ആൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും വേറെ വിഡ്ത്തിന് പിന്നാലെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇത്രയൊക്കെയാണ് ബൈസെപ്പ് വിഡ്ത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. സോ നിങ്ങൾ ഇത്ര കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.